നമസ്കാരം. നമ്മൾ സെക്കൻഡ് സെമിസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ 4th മൊഡ്യൂളിൽ ലാസ്റ്റ് സെക്ഷൻ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, ഡയഗണലൈസ് ചെയ്യുക, അതായത് ഡയഗണലി എന്തെങ്കിലും ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗണലൈസ് ചെയ്തിട്ട് എന്തിനാണ് എന്നുള്ളത് ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഡയഗണലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ളതും പക്ഷേ നല്ല എഫക്റ്റീവായിട്ടുള്ളത് ഒരു പ്രോസസ്സാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് മെട്രിസസിൻ്റെ ആപ്ലിക്കേഷനിലൊക്കെ ഇത്തരം ഡയഗണലൈസേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കുറഞ്ഞും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താനും, കുറേ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയഗണലൈസേഷൻ മാത്രമല്ല, നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യണ, അതേപോലെ തന്നെ ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ്, ഓർത്തോഗണൽ മെട്രിക്സ് ഒക്കെ ഈ ഡയഗണലൈസേഷന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അങ്ങനത്തെ കേസുകൾ അതെല്ലാം ഈ ഡയഗണലൈസേഷൻ്റെ ഒപ്പം കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ ഡയഗണലൈസേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. ആദ്യം നമുക്ക് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നതിനെ ആദ്യം നമുക്കൊന്ന് കാണുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, നമുക്കൊന്ന് കാണാം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നതിനെയാണ് ആദ്യം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം ഏത് വേണമെങ്കിലും വരാം. ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ് എന്നുള്ളതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു, ഡയഗണൽ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് പെറുക്കി എഴുതിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഡയഗണൽ മെട്രിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഒരു മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്താൽ മതി? ഡയഗണൽ മെട്രിക്സ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒറ്റ എലമെൻ്റ് കൊണ്ട് ഓരോ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ റോയിനെയും ഒറ്റ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരുപാട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബേസിക് ടൂളാണ്. നമ്മൾ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഡയഗണലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ്, ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം. അതിന് മുമ്പായിട്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരു പുതിയ രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഡയഗണലൈസേഷൻ എന്താണ്, ഡയഗണൽ മെട്രിക്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നൊട്ടേഷനാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? എയുടെ റോസിനെ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോസിനെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, എ എന്ന് പറയുന്ന മെട്രിക്സ് A11, A12, A21, A22, പിന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് B11, B12, B21, B22. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ആദ്യം ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് A11, A12നെ B21 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21, അതാണ് ആദ്യത്തെ എലമെൻറ്റ്. A11 ഇൻറ്റു B12, A12 ഇൻറ്റു B22, അതാണ് രണ്ടാമത്തെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. ഇനി സെക്കൻഡ് റോ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? A21 ഇൻറ്റു B11, A22 ഇൻറ്റു B21, അതാണ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. A21 ഇൻറ്റു B12, A22 ഇൻറ്റു B22, അതാണ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ ഞാനിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒരു സ്പെഷ്യലായിട്ടൊരു നൊട്ടേഷൻ ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓരോ റോസിനെയും ഞാൻ ഓരോ കോളത്തിനെ ഞാൻ x1, x2 എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതായത് x1 എന്ന് പറയുന്ന കോളം ഏതാണ്? B11, B21 എന്ന് പറയുന്നതാണ് x1. B12, B22 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്ന കോളം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, ഈ ഒരു മെട്രിക്സിനെ, ഈ കാണുന്ന ഈ ഒരു മെട്രിക്സിനെ എനിക്ക് ഈ ഒരു സ്പെഷ്യൽ നൊട്ടേഷൻ എഴുതാം. AX1, AX2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ. AX1, AX2 എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് എന്താണ്? A11, A12, A21, A22, അല്ലേ? ഇൻറ്റു x1 എന്ന് പറയുന്നത് എന്താണ്? B11, B21 ആണ്. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എന്താ നമുക്ക് കിട്ടുക? A11, B11 പ്ലസ് A12, B21, അതല്ലേ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്? A11, B11 പ്ലസ് A12, B21. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? A21, B11 ഇൻറ്റു A22, B21, A21, B11 പ്ലസ് A22, B21, ഇൻറ്റു എന്നാണ് ഞാൻ പറഞ്ഞത്, A21, B11 പ്ലസ് A22, B21, അത് തന്നെയല്ലേ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ അതായത് നമുക്കിതിനെ ഒരു കോളം വൈസ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ നമുക്കൊരു കോളം വൈസ് ആയിട്ട് എഴുതാനായിട്ട്
സെക്കൻഡ് മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ കോളംസ്, അതേസമയം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോ ആക്കിയാലും മതി. അല്ലെങ്കിൽ ഇതുപോലെ സെക്കൻഡ് മെട്രിക്സ് എക്സിനെ ബി എന്ന് പറയുന്നതിനെ നമുക്ക് കോളംസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഓരോ കോളംസും ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനെ ഇതുപോലെ എഴുതാൻ സാധിക്കും. ഇതുപോലെ AX2 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് കോളം എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് A ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് B ആണ്. ഇനി പ്രൊഡക്റ്റിൻ്റെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് A ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് B ആണ്. ഇനി തേർഡ് കോളം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും? A ഇൻറ്റു തേർഡ് കോളം ഓഫ് B എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ജനറലി നമുക്ക് ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാം. എന്ത്? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n/n മെട്രിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ്. A എന്ന് പറയുന്നത് n/n മെട്രിക്സ് ആണ്, B എന്ന് പറയുന്ന n/n മെട്രിക്സ് ആണ്. അതിൻ്റെ പ്രൊഡക്റ്റിനെ നമുക്ക് A ഇൻറ്റു x1 x2 എക്സെട്രാ xn x1 x2 എക്സെട്രാ xn എന്ന് പറയുന്നത് എന്താണ്? കോളംസ് ഓഫ് B ആണ്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ABനെ നമുക്ക് ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാം. ജസ്റ്റ് സ്പെഷ്യൽ നൊട്ടേഷൻ. ഇത് എന്തിനാണെന്നുള്ളത് നമ്മൾ ഇനി ഫർദർ ആയിട്ട് കാണും. നമുക്ക് ഡയഗണലൈസബിൾ മെട്രിക്സ് അല്ലെങ്കിൽ ഡയഗണലൈസേഷൻ എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഡയഗണലൈസേഷൻ? ഇഫ് ആൻ n/n നോൺ സിംഗുലർ മെട്രിക്സ് P can be found so that P inverse AP equal to D, a diagonal matrix, then the n/n matrix A is said to be diagonalized or is a diagonalizable matrix and P diagonalize A. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്കിവിടെ ഉണ്ട്. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n/n ആണ്. ഓക്കെ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് P എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ Pയുടെ പ്രത്യേകത എന്താണ്? നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. n/n നോൺ സിംഗുലർ മെട്രിക്സ്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് നോൺ സിംഗുലറിൻ്റെ ഡെഫിനേഷൻ പറയാം. P ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആവുക, അതിനെയാണ് നമ്മൾ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. രണ്ടും ഈക്വലൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ പ്രൂഫൊന്നും പറയുന്നില്ല. സോ P ഇൻവേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ P എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ സിംഗുലർ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ഉണ്ട്. സച്ച് ദാറ്റ് ആ P ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റിലും P കൊണ്ട് റൈറ്റിലും നമ്മൾ Aനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അങ്ങനെ ഒരു P എന്ന് പറയുന്നത് ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓരോ മെട്രിക്സ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് A ഈസ് സെറ്റ് ടു ബി എ ഡയഗണലൈസബിൾ മെട്രിക്സ്. P ഇൻവേഴ്സ് AP ഒരു ഡയഗണൽ മെട്രിക്സ് ആകത്തക്ക രീതിയിൽ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് P കണ്ടുപിടിക്കാൻ പറ്റും ഫോർ എനി മെട്രിക്സ് A. ഏതൊരു മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് P കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് അത് നോൺ സിംഗുലർ ആയിരിക്കും, മാത്രമല്ല P ഇൻവേഴ്സ് AP ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അങ്ങനത്തെ ഒരു മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ then A is said to be a ഡയഗണലൈസബിൾ മെട്രിക്സ് ഓർ A is said to be ഡയഗണലൈസ് ചെയ്തു അല്ലെങ്കിൽ ഡയഗണലൈസബിൾ ആണ്. ആൻഡ് P ഡയഗണലൈസ് A. ആ P ആണ് Aനെ ഡയഗണലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് വെച്ച് ബാക്കിയെല്ലാം 0 ആവുന്ന മെട്രിക്സ്. അങ്ങനത്തെ ഒരു മെട്രിക്സ് നമുക്ക് P ഇൻവേഴ്സ് AP ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് A എന്ന് പറയുന്നത് ഡയഗണലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യണേ? ഹൗ ടു ഡയഗണലൈസ് എ മെട്രിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ A എന്ന് പറയുന്ന ഒരു 3x3 ഡയഗണൽ മെട്രിക്സ് ആയിട്ട് നമ്മൾ എടുത്തു. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 3x3 ഡയഗണൽ മെട്രിക്സ് എടുത്ത് 4x4 5x5 10x10 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ചെയ്യാൻ മനസ്സിലാവാനുള്ള എളുപ്പത്തിന് നമ്മൾ A എന്ന് പറയുന്ന ഒരു 3x3 ഡയഗണലൈസബിൾ മെട്രിക്സ് എടുത്തു. ഡയഗണലൈസബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു നോൺ സിംഗുലർ മെട്രിക്സ് P കിട്ടും സച്ച് ദാറ്റ് P ഇൻവേഴ്സ് AP ഈക്വൽ ടു D, എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ P ഇൻവേഴ്സ് AP ഈക്വൽ ടു D ആണെങ്കിൽ ഇതിനെ ഞാൻ ത്രൂ ഔട്ട് P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റിൽ ഓർക്കണം, ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓർഡർ ഇൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സോ P കൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന കഴിഞ്ഞാൽ P ഇൻറ്റു P ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഐഡൻറ്റിറ്റി വരും. സോ ലെഫ്റ്റ് സൈഡ് AP വരും, റൈറ്റ് സൈഡിൽ PD വരും അല്ലേ? ലെഫ്റ്റ് സൈഡ് വിൽ ബിക്കം AP ആൻഡ് റൈറ്റ് സൈഡ് വിൽ ബിക്കം PD. സോ AP ഈക്വൽ ടു PD. ഞാൻ D എന്ന് പറയുന്ന ഡയഗണൽ മെട്രിക്സ് ആയത് കാരണം ഡയഗണൽ മെട്രിക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ശരിയല്ലേ? D11 D22 D33, ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡയഗണൽ മെട്രിക്സ് ആയത് D ഡയഗണൽ മെട്രിക്സ് ആയത് കാരണം D11 D22 D33 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ നമുക്ക് എഴുതാണ്ട് വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ വാല്യൂസും നമുക്ക് അപ്പോൾ തന്നെ 0 ആയിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ P എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓരോ കോളത്തിനെയും ഞാൻ P1 P2 P3 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? AP1 AP2 AP3 is equal to D11 into P1 D22 into P2 D33 into P3. നിങ്ങൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ഇത് ചെയ്തു നോക്കിയേ.
D11 ഇൻറ്റു P11. D11 ഇൻറ്റു P11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിനെ നമ്മൾ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ റോസും കോളംസും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു റോയും കോളവും എടുത്തു കഴിഞ്ഞാൽ അതിൽ ആകെ ഏതൊക്കെ ഒരു വാല്യൂസ് മാത്രമേ ഉള്ളൂ? D11, D22, D33 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ P ഇൻറ്റു D, ഈ P ഇൻറ്റു ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഈ P ഇൻറ്റു ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. P1, P2, P3 എന്നുള്ള രീതിയിൽ എടുത്തോ. അല്ലെങ്കിൽ P11, P എന്ന് P11, P12, P13, P21, P22, P23, പിന്നെ P31, P31, P32, P33 എന്ന് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഈ മെട്രിക്സും ഈ D എന്ന് പറയുന്ന ഈ ഒരു ഡയഗണലൈസബിൾ മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈ D11 ഇൻറ്റു P11, P21, P31 എന്ന് പറയുന്നതായിരിക്കും ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് D11 P1 വിൽ ബി ദി ഫസ്റ്റ് കോളം. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ D11 P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D11 P11, D11 P21, D11 P31 ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് കോളം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതായത് D11 P1 വിൽ ബി ദി ഫസ്റ്റ് കോളം ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് D22 P2. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താണ്, ഇവിടെയൊക്കെ ഓരോ വാല്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ദാറ്റ് ഇസ് ലെഫ്റ്റ് ആസ് ആൻ എക്സസൈസ്. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് AP1, AP2 എക്സെട്ര AP3 ഈസ് ഈക്വൽ ടു D11 P1, D21 P2, D33 P3. അതായത് ഇവിടുത്തെ ഓരോ കോളംസും ഈ 3 കോളംസിനോട് ഈക്വലൻ്റ് ആണെന്നാണ് അർത്ഥം. അതായത് AP1 D11 P1നോട് ഈക്വലൻ്റ് ആണ്, AP2 D22 P2നോട് ഈക്വലൻ്റ് ആണ്, AP3 D33 P3നോട് ഈക്വലൻ്റ് ആണ്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് AP1 ഈസ് ഈക്വൽ ടു D11 P1, AP2 ഈസ് ഈക്വൽ ടു D22 P2, AP3 ഈസ് ഈക്വൽ ടു D33 P3. ഇതാണ് നമ്മൾക്കുള്ളത്. നമ്മളിവിടെ നോക്കിയേ, നമുക്ക് P1, P2, P3 എന്ന് പറയുന്നത് കോളംസ് ഓഫ് P ആണ്. ദാറ്റ് മീൻസ് P1, P2, P3 എന്ന് പറയുന്നതിന് നമുക്കൊരു കോളം വെക്ടറായിട്ട് എടുക്കാം. കോളം വെക്ടർ. ഓക്കെ, കോളം വെക്ടറാണ്. ഇനി D11, D22, D33 എന്ന് പറയുന്നതൊക്കെ വെറും വാല്യൂസ് ആണ്, ഓർ നമ്പേഴ്സ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്കെലാറുകളാണ്, അല്ലേ? സ്കെലാറുകളാണ് D11, D22, D33. മെട്രിക്സുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ വാല്യൂസ് D11 എന്ന് പറയുന്ന വാല്യൂസുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. D11 എന്ന് പറയുന്ന വാല്യൂസ് ഏതാണ്? D11 എന്ന് പറയുന്നതും D22 എന്ന് പറയുന്നതും D33 എന്ന് പറയുന്നതും സ്കെലാറുകളാണ്, വെറും നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന മെട്രിക്സ് ആണ്. സോ A ഇൻറ്റു എ വെക്ടർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ വെക്ടർ. A ഇൻറ്റു P2 കോളം വെക്ടർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദാറ്റ് കോളം വെക്ടർ. മെട്രിക്സ് ഇൻറ്റു ദാറ്റ് കോളം വെക്ടർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദാറ്റ് കോളം വെക്ടർ. ഇതെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു നൊട്ടേഷൻ നമ്മൾ മുമ്പ് ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ, എയ്ഗൻ വാല്യൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് എയ്ഗൻ വാല്യൂസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു AX ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ്, വേർ എക്സ് ഈസ് എ കോളം വെക്ടർ, എ ഈസ് എ മെട്രിക്സ് ആൻഡ് ലാംഡ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതേ രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്, അല്ലേ? അപ്പോൾ AP1 ഈക്വൽ ടു D11 P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1നെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? P1 ഈസ് ദി കോളം വെക്ടർ ഓർ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ D11. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ D11 എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന കോളം വെക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെക്ടറാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ D11, D22, D33 ആർ eigen values of A associated with these vectors, that is P1, P2 and P3. P എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് P എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം ഏഗൻ വാല്യൂസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാൻ കാരണം എന്താണ്? P നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് 0 വരില്ല. അതിനർത്ഥം ഓരോ റോസും അല്ലെങ്കിൽ ഓരോ കോളംസ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓരോ റോസും ഓരോ കോളംസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണെങ്കിൽ then the diagonalizing matrix P consists of linearly independent eigen values. ഇത്
ഏഗൻ വെക്റ്റേഴ്സ് ഓഫ് എ P1, P2, P3 എന്ന് പറയുന്നത് എന്താണ്? ഏഗൻ വെക്റ്റേഴ്സ് ഓഫ് എ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ് ആണ് D11, D12, D33 എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിൻ്റെ ഡയഗണലൈസ്ഡ് മെട്രിക്സ് ഡി കണ്ടുപിടിക്കാൻ അതിൻ്റെ ഏഗൻ വാല്യൂസ് അത് പെറുക്കിക്കൂട്ടി എഴുതിയാൽ മതി. ആ ഏഗൻ വാല്യൂസ് പെറുക്കിക്കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെട്രിക്സ് പി എന്ന് പറയുന്നത് എന്താണ്? ഈ ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റേഴ്സ് ഏതോ ആ ഏഗൻ വെക്റ്റേഴ്സിനെ കോളമായിട്ട് എഴുതുമ്പോൾ നമുക്ക് പി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുന്നു. ഓക്കെ, നമുക്ക് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് കാണുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈസ് ഈക്വൽ ടു ഡി. അങ്ങനെ കിട്ടാനുള്ള ആ ഡി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഡയഗണൽ മെട്രിക്സ് എഴുതിയാൽ മതി. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എയുടെ ഏഗൻ വാല്യൂസ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് പി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഏഗൻ വാല്യൂസിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിച്ചിട്ട് കോളംസ് ആക്കി എഴുതിയാൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മെട്രിക്സ് എയും ഡയഗണലൈസബിൾ ആണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് രണ്ട് മെട്രിക്സുകൾ കണ്ടുപിടിക്കണം, പിയും ഡിയും. പി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഏഗൻ വാല്യൂസ് ലാംഡകൾ കണ്ടുപിടിക്കുക, അതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് പെറുക്കിക്കൂട്ടി എഴുതുക. എന്നിട്ട് ഈ ഡി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടാൻ ഈ ഏഗൻ വാല്യൂസ് എല്ലാം കൂടെ ഡയഗണൽ എലമെൻറ്റ്സിൽ എഴുതി വെച്ചാൽ മതി. അതാണ് നമ്മൾ പറയുന്ന മെട്രിക്സിൻ്റെ ഡയഗണലൈസബിലിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2-3 തിയറംസ് ഉണ്ട് പ്രൂവ് ചെയ്യാനുള്ളത്. അതിൽ ഈ തിയറം മാത്രമേ ടെക്സ്റ്റിൽ പ്രൂവ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ എ ഡയഗണലൈസബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ തിരിച്ചും പറഞ്ഞു, എ ഡയഗണലൈസബിൾ ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് ഡയഗണലൈസബിലിറ്റിക്കുള്ള ഒരു ക്രൈറ്റീരിയ, നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ മെട്രിക്സ് ടു ബി ഡയഗണലൈസബിൾ എന്താണത്? an n by n matrix A is diagonalizable if and only if n has linearly independent eigenvectors. That is a very important theorem. ഇതാണ് നമുക്ക് ഡയഗണലൈസബിലിറ്റിയുടെ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആവാൻ എന്ത് വേണം? അതിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് വേണം. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഉണ്ടാവാൻ ഒരു നെസസറി കണ്ടീഷൻ ഉണ്ട്, സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഉണ്ട്. അതായത് എപ്പോഴൊക്കെയോ n ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് കിട്ടും. അതുകൊണ്ട് അത് ഡയഗണലൈസബിൾ ആകും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയഗണലൈസ് എ ഈസ് ഈക്വൽ ടു -5, 9, -6, 10 ഇഫ് പോസിബിൾ. അപ്പോൾ എ ഡയഗണലൈസബിൾ ആണോ എന്നുള്ളത് നോക്കണം. ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് ഡയഗണലൈസ് ചെയ്യണം. അതായത് നമുക്ക് ഒരു മെട്രിക്സ് പിയും കണ്ടുപിടിക്കണം, ഡിയും കണ്ടുപിടിക്കണം. അപ്പോൾ ആ പി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്, ഡി എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. സോ എ എന്ന് പറയുന്ന ആദ്യം തന്നെ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിരുന്നു ഏഗൻ വാല്യൂസ്, നമുക്ക് ഏഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്ന് പറയാമെന്നാണ് തൊട്ട് മുമ്പത്തെ തിയറം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുന്നതിന് മുമ്പ് ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏഗൻ വെക്റ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഫൈൻഡ് ഏഗൻ വെക്റ്റേഴ്സ്. അതിന് എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഏഗൻ വാല്യൂസ് കിട്ടും. ഏഗൻ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്നുള്ളത് അറിയാമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ വീഡിയോസ് കാണുക. ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആ മെട്രിക്സിന് ഇത് കൊടുക്കണം. ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഡയഗണൽ എലമെൻറ്റ്സിലൊക്കെ ലാംഡ എഴുതണം, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ വയ്ക്കുക. ഡയഗണൽ എലമെൻറ്റ്സ് ഡയഗണൽ വാല്യൂ മൈനസ് ലാംഡ എന്ന് പറയുന്ന ഇതാ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ ഇക്വേഷനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഇതാണ് ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏഗൻ വെക്റ്റേഴ്സ് കിട്ടും. വാട്ട് ആർ ദ ഏഗൻ വെക്റ്റേഴ്സ് ഹിയർ? ഏഗൻ വെക്റ്റേഴ്സ് ലാംഡ ഈക്വൽ ടു 1 ആൻഡ് ലാംഡ ഈക്വൽ ടു 4. നമുക്കപ്പോൾ ഏഗൻ വെക്റ്റേഴ്സ് കിട്ടി. ഓക്കെ, സോ ഏഗൻ വെക്റ്റേഴ്സ് ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാം കേട്ടോ. കാരണം അവസാനം കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് 1, 0, 0, 4 ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഏഗൻ വാല്യൂസ് ഡയഗണലി വരുന്നതാണ് നമ്മളുടെ ഡയഗണൽ മെട്രിക്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 ആൻഡ് ലാംഡ ഈക്വൽ ടു 4 ആർ ദി ഏഗൻ വാല്യൂസ് ഓഫ് ദിസ് മെട്രിക്സ്. അപ്പോൾ ഏഗൻ വാല്യൂസ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ചെയ്യണം. സോ നിങ്ങളിപ്പോൾ ഡയഗണലൈസ് ചെയ്യാനുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഏഗൻ വാല്യൂസ് കാണുക, പിന്നെ ഏഗൻ വെക്റ്റേഴ്സ് കാണുക. അപ്പോൾ ഏഗൻ വെക്റ്റേഴ്സ് നിങ്ങൾ കാണുക, എന്ത് ചെയ്യണം? A - 1
ഐ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കുക, അതിനെ ഇൻറ്റു എക്സ് കണ്ടുപിടിക്കുക, ആ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അതെന്തായിരിക്കും? 3, 2 ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് എ മൈനസ് ലാംഡ, നെക്സ്റ്റ് ലാംഡ 4 ആണ്. സോ എ മൈനസ് 4x ഈക്വൽ ടു 4i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഏഗൻ വെക്ടർ കിട്ടും. സോ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഏഗൻ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? വാട്ട് ഓൾ ഏഗൻ വെക്ടേഴ്സ് വി ഗോട്ട്? കറസ്പോണ്ടിങ് ടു ദ ഏഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു 1 വി ഗോട്ട് ദ ഏഗൻ വെക്ടർ 3, 2. കറസ്പോണ്ടിങ് ടു ദ വാല്യൂ ലാംഡ ഈക്വൽ ടു 4 വി ഗോട്ട് ദി ഏഗൻ വെക്ടർ 1, 1. ഇനി നമ്മളിത് ഇൻഡിപെൻഡൻ്റ് ആണോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുക. നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻസ് നോക്കുക? C1 ഇൻറ്റു 3, 2 പ്ലസ് C2 ഇൻറ്റു 1, 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എന്താണ്? C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് 0 കിട്ടുകയാണെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ നമുക്ക് ഷുവറായിട്ട് പറയാം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ബിക്കോസ് വി ഗോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ്. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് കിട്ടിയാൽ അപ്പം തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. ഈ ലാസ്റ്റ് തിയറം അത് പറയുന്നത് അതാണ്. ഇഫ് എൻ n/n മെട്രിക്സ് എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ദെൻ ഇറ്റ് ഈസ് ഡയഗണലൈസബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് കിട്ടി. സോ ദിസ് മെട്രിക്സ് ഈസ് ഷുവർലി ഡയഗണലൈസബിൾ. സോ ഇഫ് പോസിബിൾ എന്ന് പറയുന്നതിനെ നമുക്ക് ഉറപ്പിക്കാം ദിസ് മെട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ. അപ്പോൾ ആ ഡയഗണലൈസബിൾ ആണെങ്കിൽ അപ്പോൾ ഇവിടെ വരെ നമുക്ക് എത്തിച്ചേർന്നാൽ മതി. ഈ ഒരു വെക്ടേഴ്സ് കണ്ടുപിടിക്കണ വരെ എത്തിച്ചേർന്നാൽ മതി. നമുക്ക് ഡയഗണലൈസബിൾ ആണോ നോക്കാനായിട്ട് ഇവിടെ വരെ മതി. പക്ഷേ ഡയഗണൽ മെട്രിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഡയഗണലൈസ് ചെയ്യാനായിട്ട് ഇവിടെ വരെ എത്തിച്ചേർന്നാൽ മതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വെക്ടേഴ്സൊക്കെ കൂടി ഒരു കോളമായിട്ട് എഴുതാം. ഫസ്റ്റ് K1 എന്ന് പറയുന്നത് ഒരു കോളം, അതായത് 3, 2ഉം പിന്നെ അതേപോലെ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് 1, 1ഉം. ആ 1, 1ഉം എടുത്ത് എഴുതുക. ദിസ് വിൽ ബി ദ മെട്രിക്സ് P. സോ ദ മെട്രിക്സ് P വിൽ ബി -5, 9, 6, 10ൻ്റെ P എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? 3, 2. 3, 2 എന്ന് പറഞ്ഞാൽ ഈ K1 എടുത്ത് എഴുതുന്നത്. പിന്നെ 1, 1 അതായത് ഈ K2 എടുത്ത് എഴുതുന്നത്. അതായിരിക്കും നമ്മളുടെ ചെയ്യാനുള്ള ഡയഗണലൈസബിൾ മെട്രിക്സ് P എന്ന് പറയുന്നത്. ആൻഡ് P ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. P ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എങ്ങനെയാണ്? അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എയോ അല്ലെങ്കിൽ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ദി P ഇൻവേഴ്സ്. നിങ്ങൾ ഇനി ചെയ്ത് നോക്കി ഇത് ചെക്ക് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒരു ചെക്കിംഗ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഡയഗണലൈസേഷൻ. ശരിക്കും D എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ നിന്ന് ഓൾറെഡി നമുക്ക് എഴുതാം. പക്ഷേ ഇതൊരു ചെക്കിംഗ് ആണ്. ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇൻവേഴ്സ് P ഇൻവേഴ്സ് നമ്മൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ P ഇൻവേഴ്സ് AP മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് മെട്രിക്സ് 1, 0, 0, 4. ഈ 1ഉം 4ഉം എവിടെ നിന്നാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നത്? ഇതിൻ്റെ സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഏഗൻ വാല്യൂസ് ആയിട്ട് കിട്ടിയിരുന്നതാണ്. അതെന്താണ്? അങ്ങനെയാണ് നമുക്കിവിടെ നമ്മളുടെ ഡയഗണൽ മെട്രിക്സ് നമുക്ക് കിട്ടണേ. ഒരു നോട്ട് നമുക്ക് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചാണ് എടുത്തേക്കുന്നത്. 4ൻ്റെ ലാംഡ ഈക്വൽ ടു 4, ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് വെക്ടേഴ്സ് എടുത്തേക്കണമെങ്കിൽ, ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 4ൻ്റെ 1, 1ഉം പിന്നെ 3, 2ഉം അങ്ങനെയാണ് നമ്മൾ P എഴുതിയേക്കണമെങ്കിൽ. ഇഫ് P ഈസ് ടേക്കൺ ആസ് 1, 1, 3, 2 ഇതിൻ്റെ കോളംസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് D എന്ത് കിട്ടും? 4, 1 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഏത് ഐഗൻ വാല്യൂൻ്റെ ആണോ ഐഗൻ വെക്ടർ ആദ്യം എഴുതണേ അതാണ് ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ്. ഏത് ഐഗൻ വാല്യൂൻ്റെ ആണോ രണ്ടാമത് എഴുതണേ അതാണ് സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ ഐഗൻ വെക്ടേഴ്സ് ഏത് രീതിയിൽ ഓർഡറിലാണോ നമ്മൾ ഏഗൻ വെക്ടേഴ്സ് എഴുതുന്നത്, P ഉണ്ടാക്കാൻ ഏഗൻ വെക്ടേഴ്സ് ഏത് രീതിയിലാണോ എഴുതണേ അതേ രീതിയിലായിരിക്കും ഡയഗണൽ എലമെൻറ്റ്സ് നമുക്ക് കിട്ടുക. ഡയഗണൽ എലമെൻറ്റ്സ് അതേ ഫോർമാറ്റിലായിരിക്കും എഴുതുക. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും എളുപ്പം അതാണ്. കാരണം നിങ്ങൾക്ക് ചെക്കിങ്ങിന് മാർക്ക് കിട്ടും. അതായത് ചെക്ക് ചെയ്താലാണ് നമുക്കത് ഷുവർട്ടി കാണിക്കുന്നത്. ഇത് ഡയഗണലൈസബിൾ മെട്രിക്സ് ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇത് ഒറ്റയടിക്ക് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിനൊരു ഒത്തൻറ്റിസിറ്റി കിട്ടുന്നതും നമ്മളുടെ ആൻസർ ശരിയാണെന്നുള്ളത് കാണിക്കുന്നതും. സോ എപ്പോഴും എല്ലാ ഡയഗണലൈസബിൾ ക്വസ്റ്റ്യനിലും എല്ലാത്തിലും ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് P എന്ന് പറയുന്ന മെട്രിക്സ് വെച്ചാൽ കോളംസ് എന്ത് ചെയ്യണം? ഈ ഏഗൻ വെക്ടേഴ്സ് ആണ്. എന്നിട്ട് അവസാനം ഡയഗണലൈസബിൾ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കുക. അതാണ് നമ്മൾക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഉള്ളത്. ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വി ഹാവ് ടു ഡയഗണലൈസ് ദിസ് വൺ. നമുക്ക് ഡയഗണലൈസ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്? ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയേ, ഏഗൻ വാല്യൂസ് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്
ഞാനത് എക്സസൈസ് ആയിട്ട് വിടുകയാണ്. യു വിൽ ഗെറ്റ് 3 ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ്. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് തിയറം വഴി എന്ത് പറയാം, എ ഈസ് ഡയഗണലൈസബിൾ. അടുത്ത എന്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കലാണ്. ആ ഏഗൻ വെക്ടേഴ്സ് ഇവിടെ കണ്ടുപിടിച്ചു. ഇനി കൺസ്ട്രക്ഷൻ ദ പി എന്ന് പറയുന്ന വെക്ടർ. പി എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? പി എന്ന് പറയുന്ന വെക്ടർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഈ വെക്ടേഴ്സിനെ എല്ലാത്തിനെയും കൂടിയും കോളമായിട്ട് പറക്കി കൂട്ടി ചെയ്താൽ. സോ 1 6 - 13. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം. -1 2 1. ദിസ് ഇസ് ദ സെക്കൻഡ് കോളം. 2 3 - 2. ദിസ് ഇസ് ദ തേർഡ് കോളം. സോ ദാറ്റ് മീൻസ് ഇങ്ങനത്തെ ഒരു പി എന്ന് പറയുന്ന മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ പറക്കി കൂട്ടി എഴുതിയാൽ മതി. ആൻഡ് ഫൈനലി യു ക്യാൻ ഫൈൻഡ് ദ ഡയഗണലൈസ്ഡ് മെട്രിക്സ്. പി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് എഴുതുക. നമ്മുടെ ഡയഗണലൈസ് ചെയ്തിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതുവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെക്ക് ഇറ്റ് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈസ് ഈക്വൽ ടു 0. സമയമില്ലെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് എഴുതണ്ട. നിങ്ങളിങ്ങനെ വെച്ച് എഴുതി വെച്ചാൽ മതി. ഡി ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി. പി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് പി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി വിൽ ഗീവ് ദിസ് മെട്രിക്സ്. ഇത് എഴുതാൻ എളുപ്പമാണ്. കാരണം എന്താ, 0 എന്ന് പറയുന്ന ആദ്യം എഴുതുക, പിന്നെ ഇവിടുത്തെ -4 എഴുതുക, പിന്നെ ഇവിടുത്തെ 3 എഴുതുക, എന്നിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം 0 ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് അത് ഡയഗണലൈസബിൾ ആണെന്നുള്ള കാണിക്കണം. സമയം കിട്ടാത്തവർ നിങ്ങൾ ഇങ്ങനെയെങ്കിലും എഴുതി വച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്നത്, നമ്മൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണെന്നുള്ളത് പറഞ്ഞു. പക്ഷേ ആ തിയറത്തിൽ നമ്മൾ കണ്ടിരുന്നു തിരിച്ചുള്ള വാല്യൂ ഒന്നും പറയുന്നില്ല. അതായത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത കേസിൽ എന്ത് സംഭവിക്കണമെന്നോ പറയുന്നില്ല. ദാറ്റ് മീൻസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത പക്ഷം ഇവിടെ നമ്മൾ പറയുന്ന അതാണ്. ദ കണ്ടീഷൻ ദാറ്റ് എ മെട്രിക്സ് ഹാസ് n ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ഈസ് സഫിഷ്യൻറ്റ്. അതായത് അത് ഡയഗണലൈസബിൾ ആണെന്നുള്ള ഗ്യാരണ്ടി തരുന്നു. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് അല്ലെങ്കിൽ അത് ഡയഗണലൈസബിൾ അല്ല എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നില്ല. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡയഗണലൈസബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നോട്ട് ഡയഗണലൈസബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നോട്ട് ഡയഗണലൈസബിൾ ആയിരിക്കാം. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് അപ്പം തന്നെ ഉറപ്പിച്ചു. മനസ്സിലായോ? ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണെന്ന് അപ്പം തന്നെ ഉറപ്പിക്കാം. ദാറ്റ് ഈസ് എ സഫിഷ്യൻറ്റ് ഓർ ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി. ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ ഉറപ്പിക്കാം. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് അല്ലാത്ത കേസിൽ ചിലപ്പോൾ ഡയഗണലൈസബിൾ ആവാം, ചിലപ്പോൾ ഡയഗണലൈസബിൾ അല്ലാതിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾക്ക് ഈ മെട്രിക്സ് ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഡയഗണലൈസ് എ ഈക്വൽ ടു 3 4 - 1 7. അപ്പോൾ അത് ഡയഗണലൈസബിൾ ആണോ എന്ന് നോക്കാം. നമുക്കിവിടെ റിപ്പീറ്റഡ് ഏഗൻ വാല്യൂസ് നമുക്ക് കിട്ടി. പക്ഷേ ഇവിടെ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് ഒരൊറ്റ ഒരെണ്ണം മാത്രമേ കിട്ടുള്ളൂ. ഇറ്റ് ഹാസ് ഓൺലി എ യുണീക്ക് ഏഗൻ വെക്ടർ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറൊരു ഏഗൻ വെക്ടർ ഇവിടെ കിട്ടുകയില്ല. യു വിൽ നോട്ട് ഒബ്റ്റെയിൻ എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്ടർ അതർ ദാൻ ദിസ് വൺ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതേ മെട്രിക്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു മെട്രിക്സ് ആവരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആവരുത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വെക്ടേഴ്സും, എല്ലാ ഏഗൻ വെക്ടേഴ്സും ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും അടുത്ത വെക്ടർ കിട്ടാൻ പോകുന്നത് -2 -1 അല്ലെങ്കിൽ 4 2 അല്ലെങ്കിൽ 150 അങ്ങനെ എങ്ങനെയെങ്കിലും ആയിരിക്കും. അതായത് എപ്പോഴും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു വെക്ടർ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുള്ളൂ. യു വിൽ നോട്ട് ഗെറ്റ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടർ. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടർ കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഡയഗണലൈസബിൾ അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഡയഗണലൈസബിൾ ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. അതാണ് ഡയഗണലൈസബിൾ ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ. സോ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണ്, നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത കേസിൽ നമ്മൾ അപ്പം തന്നെ ഡയഗണലൈസബിൾ അല്ല എന്ന് എഴുതരുത്. നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് കിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങനെ പോയി ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് പറയാം ഡയഗണലൈസബിൾ. പക്ഷേ ഇതല്ലാത്ത കേസിൽ ഇവിടെ പോയി ചെക്ക് ചെയ്യണം, ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണോ അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്ടേഴ്സ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് വേണം ഡയഗണലൈസബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ 0 1 1 1 0 1 0 0 1 0 1 0 0 0 0 1 ഈ ഒരു മെട്രിക്സ് നോക്കാം. ഇത് നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഏഗൻ വാല്യൂസ് നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏഗൻ വാല്യൂ കിട്ടുന്നത് -1 അടുത്ത ഏഗൻ വാല്യൂ കിട്ടുന്നത് 1 ആണ്, മറ്റേതും കിട്ടുന്നത് 1 ആണ്. അതായത് രണ്ടെണ്ണം സെയിം ആണ്.
ഓക്കെ, ഒരെണ്ണം ഡിഫറൻ്റ് ആണ്, ബാക്കി രണ്ടെണ്ണം സെയിം ആണ്. ഇതിൻ്റെ ഏഗൻ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ഏഗൻ വെക്ടർ നമുക്കിവിടെ കിട്ടി, 1 - 1 0 എന്ന് പറയുന്നത് ഏഗൻ വെക്ടർ കിട്ടി. പക്ഷേ മറ്റേത് നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ പിന്നെ ലാംഡ = 1 എന്ന് പറയുന്നത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദാറ്റ് ഈസ് x1 - x2 = 0 എന്ന് പറയുന്നത്, വേർ x3 = ആർബിട്രറി വാല്യൂ. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഏഗൻ വെക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഏഗൻ വെക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ്, ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടണമെങ്കിൽ x3 ഏത് വാല്യൂവും x1 x2 സമ്മ് 0 ആണെന്ന രീതിയിലാണ് കിട്ടേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്ടേഴ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് k1 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി കിട്ടി. k2യും k3യും എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ടു k1 ആയിരിക്കണം അല്ലേ? നമുക്കിവിടെ 3 വെക്ടേഴ്സ് കിട്ടും. k1 എന്ന് പറയുന്ന വെക്ടർ കിട്ടും, k2 എന്ന് പറയുന്ന വെക്ടർ കിട്ടും, k3 എന്ന് പറയുന്ന വെക്ടർ കിട്ടും. ഈ k1നോട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും പരസ്പരം ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ള 2 വെക്ടേഴ്സ് ആകണം ഈ k2വും k3യും. ശരിയല്ലേ? k2വും k3യും k1ഉം 3ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാലേ എനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ സാധിക്കുമോ? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ k2വും k3യും നമുക്ക് കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? നമുക്ക് അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാം. പക്ഷേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന മെട്രിക്സ് ആണ് ദിസ് വൺ. ദാറ്റ് മീൻസ് വി ക്യാൻ കൺസ്ട്രക്ട് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് eigen values for this matrix. eigen values for this matrix. ഓക്കെ, ഏഗൻ വാല്യൂസ് ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ്. ഇവിടെ ഡയഗണലൈസബിൾ അല്ല എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉദിച്ചേക്കാം. ബിക്കോസ് ദിസ് ഹാവ് നോൺ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ്. പക്ഷേ ഇവിടെ നോൺ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിലും നമുക്കിവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് വി ക്യാൻ ഡയഗണലൈസ് ദിസ് മെട്രിക്സ്. ഓക്കെ, ഇനി ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് കിട്ടണം എങ്ങനെയാണ്? അത് കിട്ടാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു ഷുവർട്ടി പറയാനുള്ള ഒരു മെട്രിക്സ് ആണ് സിമ്മെട്രിക് മെട്രിസസ്. സിമ്മെട്രിക് മെട്രിസസിൽ എങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയാലും എല്ലായ്പ്പോഴും അതിന് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വാല്യൂസ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സിമ്മെട്രിക് മെട്രിസസ്? ഹിയർ ദിസ് ഇസ് എ സിമ്മെട്രിക് മെട്രിക്സ്, ഇസൻറ്റ് ഇറ്റ്? ഇത് സിമ്മെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതിന് എല്ലായ്പ്പോഴും ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും whenever the matrix is a symmetric matrices. That means in other words we can say that every n by n symmetric matrices with real entries can be diagonalizable. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സിമ്മെട്രിക് മെട്രിക്സ് ആണോ ഡയഗണലൈസ് ചെയ്യാൻ കിട്ടുന്നേ, അപ്പോൾ തന്നെ നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് പിയും ലാംഡയും പിയും ഡിയും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി ഡയഗണലൈസബിൾ. മെട്രിക്സ് ക്യാൻ ബി അതിൻ്റെ പ്രത്യേകത ഇത് മാത്രമല്ല, അത് മ്യൂച്വലി ഓർത്തോഗണലായിരിക്കും. മ്യൂച്വലി ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മ്യൂച്വലി ഓർത്തോഗണൽ മീൻസ് ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എല്ലാം നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകത്തക്ക രീതിയിലുള്ള ഒരു ഏഗൻ വെക്ടേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. വെറും ഏഗൻ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് മാത്രമല്ല, അത് ഓർത്തോഗണലാണ്. ഓർത്തോഗണൽ വെക്ടേഴ്സൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഈ സെക്ഷൻ്റെ 3rd മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഓർത്തോഗണൽ ആയിരിക്കും, മാത്രമല്ല ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ അത്തരം സിമ്മെട്രിക് മെട്രിസസിനെ നമ്മൾ പറയും ഓർത്തോഗണലി ഡയഗണലൈസബിൾ. ബിക്കോസ് ഏഗൻ വെക്ടേഴ്സ് വെറുതെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് മാത്രമല്ല ഓർത്തോഗണൽ കൂടിയാണ്, മ്യൂച്വലി ഓർത്തോഗണലാണ്. സോ ഓരോ മെട്രിക്സ് പിയുടെ എല്ലാ കോളംസും മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് n by n മെട്രിക്സ് ക്യാൻ ബി ഓർത്തോഗണലി ഡയഗണലൈസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സിമ്മെട്രിക്. അതായത് സിമ്മെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആണ്, ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആണെങ്കിൽ സിമ്മെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഓർത്തോഗണലി ഡയഗണലൈസബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് സിമ്മെട്രിക് മെട്രിക്സിൽ എക്സ്ട്രാ വരുന്നത്. ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് എ ക്വസ്റ്റ്യൻ ടു ഡയഗണലൈസ് എനി മെട്രിക്സ് വിച്ച് ഈസ് സിമ്മെട്രിക്, ഇത് സിമ്മെട്രിക് ആണ് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്കിതിന് എന്താണ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം.
അപ്പോൾ പക്ഷേ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വി ഹാവ് ടു കൺസ്ട്രക്ട് പി ബൈ നോർമലൈസിങ് ദിസ് വൺ. ഇവിടെ ഓർത്തോഗണലി സിമെട്രിക് ആക്കിയത് കാരണം വി നീഡ് ടു ഗെറ്റ് ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആൻഡ് നോർമലൈസ് ദിസ് വൺ. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു നോട്ടായിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ, അത് മാത്രം ഓർക്കുക. നിങ്ങൾക്കൊരു സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടണേന്ന് വിചാരിക്കാം. സിമെട്രിക് മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്, ഡയഗണലൈസ് എ മെട്രിക്സ് വിച്ച് ഈസ് സിമെട്രിക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പിൽ എന്ത് വേണം, നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സുകൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. ഓർത്തോഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ ഓർത്തോനോർമൽ മെട്രിക്സ്. ഓർത്തോനോർമൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഓർത്തോഗണൽ അല്ലെങ്കിൽ ഓർത്തോ നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഓർത്തോനോർമൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓർത്തോനോർമൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തത്? ബൈ ഗ്രാം-ഷ്മിഡ്ത് ഓർത്തോഗണലൈസേഷൻ അല്ലേ? ഗ്രാം-ഷ്മിഡ്ത് ഓർത്തോഗണലൈസേഷൻ കൊണ്ടാണ് നമ്മൾ ഓർത്തോനോർമൽ മെട്രിക്സുകൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. സോ നിങ്ങൾ പി എന്ന് പറയുന്ന മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ഓർത്തോനോർമലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വ്യത്യാസം മാത്രമേ നമ്മളിപ്പോൾ ഇത്രയും തൊട്ട് മുമ്പ് വരെ ചെയ്ത സ്റ്റെപ്പുകളിൽ നിന്നുള്ള വ്യത്യാസം. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സിമെട്രിക് മെട്രിക്സ് ആണ് തന്നെങ്കിൽ, നമുക്ക് ഏതൊരു മെട്രിക്സും സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. അവിടെ ചെയ്യേണ്ട ഒരു പ്രത്യേകത, പി എന്ന് പറയുന്ന ഓരോ കോളംസ് എന്താക്കി എടുക്കണം, ഓർത്തോ നോർമലാക്കി എടുക്കണം. ഓർത്തോ നോർമൽ ആക്കാനായിട്ട് നമുക്ക് ഗ്രാം-ഷ്മിഡ്ത് ഓർത്തോഗണലൈസേഷൻ ചെയ്താൽ മതി. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ബി മെട്രിക്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ മെട്രിക്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാം-ഷ്മിഡ്ത് ഉപയോഗിക്കാണ്ട് കേട്ടോ ഞാനിവിടെ ഓർത്തോനോർമൽ മെട്രിക്സ് കണ്ടുപിടിച്ചേക്കുന്നത്. ഗ്രാം-ഷ്മിഡ്ത് ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം. അതെങ്ങനെയാണ്? അപ്പോൾ ഗ്രാം-ഷ്മിഡ്ത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കലായി. അപ്പോൾ ഏഗൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് ഏഗൻ വാല്യൂസ്? ഇവിടുത്തെ 11 എന്ന് പറയുന്നതാണ് ഏഗൻ വാല്യൂസ്. ബാക്കി 2 ഏഗൻ വാല്യൂസ് 8 ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഡയഗണലൈസബിൾ ഓർ ഇറ്റ് കനോട്ട് ബി ഡയഗണലൈസബിൾ. ബട്ട് ദിസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്, സോ ദിസ് ഈസ് ഡയഗണലൈസബിൾ. ദിസ് വിൽ ഓൾവേസ് ബി ഡയഗണലൈസബിൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഏഗൻ വെക്ടർ കണ്ടുപിടിച്ചു. ഏതാണത്? 1 1 1 എന്ന് പറയുന്ന ഏഗൻ വെക്ടർ. സോ പി എന്ന് പറയുന്ന ഫസ്റ്റ് കോളം, പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം 1 1 ആണ്. പിന്നെ ഇനി ബാക്കി 2 കോളവും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അത് ലാംഡ ഈക്വൽ ടു 8 എന്ന് പറയുന്ന ഏഗൻ വാല്യൂസിൻ്റെ കോളംസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലാംഡ ഈക്വൽ ടു 8ൻ്റെ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ലാംഡ ഈക്വൽ ടു 8ൻ്റെ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണേ? ലാംഡ ഈക്വൽ ടു 8ൻ്റെ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ a മൈനസ് 8i ഇസ് ഈക്വൽ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാം. എ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? 9 1 1 1 9 1 1 1 9. സോ എ മൈനസ് 8i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലമെൻസിൽ നിന്നൊക്കെ 8 കുറയ്ക്കുക. അപ്പോൾ ഡയഗണൽ എലമെൻസിൽ നിന്ന് 8 കുറച്ചാൽ 1 1 1 1 1 1 1 1 1 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് എന്ന് പറയുന്ന x1 ഓർ എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ റെഡ്യൂസ് ചെയ്യും അല്ലേ? മെട്രിക്സ് എനെ റെഡ്യൂസ് ചെയ്യും ബൈ ഗോസ് ജോർദാൻ എലിമിനേഷൻ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതിനെ R2 becomes R2 minus R3, R2 becomes R2 minus R1, R3 becomes R3 minus R1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മെട്രിക്സ് കിട്ടും? 1 1 1 0 0 0 0 0 0 ഇൻറ്റു എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0 0 0 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഇനി എക്സ് വൈ സെഡിൻ്റെ പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് വിൽ ബി ദ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ ഏഗൻ വെക്ടർ 8. ഏഗൻ വെക്ടർ 8 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനുള്ള, നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഏഗൻ വാല്യൂസിൽ സോൾവ് ചെയ്യാനായിട്ട് ഈ മെട്രിക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടണമെന്നുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം അല്ല, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്ന് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എന്താണ്? number of columns is equal to 3 and or this is a 3 by 3 matrix and number of zero rows is equal to 2. So number of non-zero rows is equal to 1. So we have to give 2 arbitrary values because n minus r is equal to 2. The rank of this matrix is 1 and n is number of columns and 3 minus 1 is equal to 2. So we need to give 2 arbitrary values. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ ഏഗൻ വെക്ടേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഏഗൻ വെക്ടേഴ്സിൻ്റെ തിയറം പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. എനി 2 വേരിയബിൾസിന് നമുക്ക് വാല്യൂസ് കൊടുക്കണം. അപ്പോൾ എനി 2 വേരിയബിൾസിന് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് 1ഉം മറ്റേതിന് 0യും കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ വൈക്ക് 1ഉം എക്സ് സെഡിന് 0യും കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും.
അതേപോലെ തന്നെ വൈക്ക് 0യും ഇസഡിന് 1ഉം കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാം. നമുക്ക് വെറുതെ ഏതെങ്കിലും 2 വാല്യൂസ് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കി. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കിയേ. ഒരിക്കലും ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. കാരണം C1 ഇൻറ്റു K2 C1 ഇൻറ്റു K2ൻ്റെ വാല്യൂസ് എന്താണ് -1 1 0 പ്ലസ് C2 ഇൻറ്റു -1 0 1 ബ്രാക്കറ്റ് ഈക്വൽ ടു 0 0 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1ൻ്റെ C2ൻ്റെ വാല്യൂ എന്താ കിട്ടാൻ നോക്കിയേ. C1 മൈനസ് C2 ഈക്വൽ ടു 0 -C1 -C2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 ഈസ് ഈക്വൽ ടു -C2 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് മീൻസ് ദിസ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ഇത് രണ്ടും ഈക്വൽ ആവണമെന്നായിട്ട് ഇത് രണ്ടും 0 ആവേണ്ട ആവശ്യമില്ല. ദിസ് കനോട്ട് ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത ഏതൊക്കെയായിരുന്നു നമ്മൾ വാല്യൂസ് കൊടുത്തിരുന്നത്. വൈക്കും ഇസഡിനുമായിരുന്നു നമ്മൾ വാല്യൂസ് കൊടുത്തിരുന്നത്. വൈക്ക് 1ഉം ഇസഡിന് 0യും കൊടുത്തു. അപ്പോൾ ഇത് കിട്ടി. പിന്നെ ഇസഡിന് 0യും തിരിച്ചു പോയി അല്ലേ. വൈക്ക് 1ഉം ഇസഡിന് 0യും കൊടുത്തപ്പോൾ നമുക്കിത് കിട്ടി. ഇത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ വൈക്ക് 0യും ഇസഡിന് 1ഉം കൊടുത്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഈ 2 കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ നമ്മൾ വേറെ 2 വാല്യൂസ് കൊടുത്തു. അപ്പോൾ നമ്മൾ വേറെ 2 വേരിയബിൾസിനാണ് നമ്മൾ വാല്യൂസ് കൊടുത്തത്. അപ്പോൾ ഈ കേസ് നമ്മൾ മാച്ചു. ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എക്സും ഇവിടെ വൈയും എടുത്തിട്ട് എക്സിന് 1ഉം വൈക്ക് 1ഉം കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ ഒരു വെക്ടർ കിട്ടി. എക്സിന് 1ഉം വൈക്ക് 1ഉം കൊടുത്തു. പിന്നെ എക്സിന് 1ഉം വൈക്ക് -1ഉം കൊടുത്തു. നമ്മൾ എക്സിന് 1ഉം വൈക്ക് 1ഉം അല്ല, ഇവിടെ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. വൈക്ക് 1ഉം ഇസഡിന് 1ഉം ആണ് കേട്ടോ. വൈക്ക് 1ഉം ഇസഡിന് 1ഉം. ദിസ് ഇസ് എ മിസ്റ്റേക്ക്. ഓക്കെ, this is y is equal to and z equal to 1 and y equal to 1 and z equal to -1. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് വൈയും ഇസഡിനും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ഉം 1ഉം പിന്നെ 1ഉം -1ഉം കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മെട്രിക്സ് കിട്ടും. അപ്പോൾ ഈ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് ഏതാണെന്നുള്ളത് ഞാനിവിടെ ഒന്ന് സൈഡിൽ എഴുതാണ് ക്ലിയർ ആവാൻ. 2 -2 1 1 and 0 1 -1. ഇത് രണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മ്യൂച്വലി ഓർത്തോഗണലായിരിക്കും. കണ്ടോ, ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഞാനത് മാച്ചു. ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മളിങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് ഒഴിവാക്കാനായിട്ടാണ് ഞാനിവിടെ എന്ത് മെത്തേഡ് പറഞ്ഞത്, ഗ്രാം ഷ്മിഡ്ത്ത് ഓർത്തോഗണലൈസേഷൻ പറഞ്ഞത്. ഗ്രാം ഷ്മിഡ്ത്ത് ഓർത്തോഗണലൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് K1ഉം K2ഉം കിട്ടി. ഇത് 3ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമുക്ക് K1 ഉണ്ട്, K2നോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണ വേറൊരെണ്ണം ഉണ്ടാക്കാനായിട്ട് U1 ഈസ് ഈക്വൽ ടു V1 കൊടുത്തു. പിന്നെ U2 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഗ്രാം ഷ്മിഡ്ത്ത് ഓർത്തോഗണലൈസേഷൻ്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. എങ്ങനെയാണ്, U2 ഈസ് ഈക്വൽ ടു V2 മൈനസ് U2 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു U1. ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അടുത്ത വെക്ടർ കിട്ടുന്നത്. അതേപോലെ തന്നെ U3 ഗ്രാം ഷ്മിഡ്ത്ത് ഓർത്തോഗണലൈസേഷൻ്റെ വീഡിയോ കണ്ടു നോക്കുക. അങ്ങനെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും, വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കിവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മളിവിടെ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്മുടെ വെക്റ്റേഴ്സ് ഓർത്തോഗണലാണോ എന്നുള്ള കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് കിട്ടുമ്പോഴാണ് അതിനെ നോർമലൈസ് ചെയ്യുക. നോർമലൈസ് ചെയ്യുന്ന ഗ്രാം ഷ്മിഡ്ത്തിലുള്ളതാണ്. അതിനെ നോർമലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വി ഗെറ്റ് ദ മെട്രിക്സ് P. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർക്കുക എന്താണ്, ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് എ സിമെട്രിക് മെട്രിക്സ്, ഓർക്കുക ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക. പിന്നെ എന്ത് കൊടുക്കണം, ഗ്രാം ഷ്മിഡ്ത്ത് ഓർത്തോഗണലൈസേഷൻ കൊടുക്കണം. ഓർത്തോഗണലൈസേഷൻ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് നമുക്ക് P എന്ന് പറയുന്ന മെട്രിക്സിനെ നോർമലൈസ്ഡ് ഫോമിൽ നോർമലൈസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ബൈ നോർമലൈസിങ് വി നീഡ് ടു ഫൈൻഡ് P. അപ്പോൾ ഈ ഒരു ഗ്രാം ഷ്മിഡ്ത്ത് ഓർത്തോഗണലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സിമെട്രിക് മെട്രിക്സിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, P എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യണം. ആൻഡ് വെൻ യു സീ ദിസ് യു വിൽ ഗെറ്റ് ദി ഡയഗണലൈസബിൾ മെട്രിക്സ്.
ഓക്കെ, സോ ഇതാണ് സിമെട്രിക് മെട്രിക്സിൻ്റെ കാര്യം. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, അതായത് ഒരു ആപ്ലിക്കേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ശരിക്കും എല്ലാ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എക്സ്പ്രഷനാണ് ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് പറയുന്നത്. ആൻഡ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദിസ് ഫോം ഈസ് കോൾഡ് ദി ക്വാഡ്രാറ്റിക് ഫോം. ക്വാഡ്രാറ്റിക് ഫോം ഏത് ഫോമിലുള്ളതാണ്? ax² + bxy + cy² ഈസ് ഈക്വൽ ടു 0. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈങ് കോണിക്സിനാണ്. ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ? xy ഇൻറ്റു ഹാഫ് a ഇൻറ്റു ഹാഫ് a ഹാഫ് b c ഇൻറ്റു xy ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ax² + bxy + cy². ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ ഒരു മെട്രിക്സ് നമുക്ക് സിമെട്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റൊട്ടേഷൻ ഓഫ് ആക്സിസ് വെച്ചിട്ട് ഇതിൽ നിന്ന് കോൺസ്റ്റൻറ്റ് ടേംസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ളൊരു മെട്രിക്സ് ആക്കി മാറ്റാൻ സാധിക്കും. അതായത് നമുക്ക് an appropriate rotation of axis enables us to eliminate this xy terms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dxൻ്റെ ടേമും ey ടേമും. Eliminating the xy term can be done by means of orthogonal metrics and diagonalization, and we can identify this conic. അതായത് പൊതുവേ ഒരു കോണിക്കിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ അതിനെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിൻ്റെ ടേമും ഉണ്ടാവില്ല, വൈയുടെ ടേമും ഉണ്ടാവില്ല. ഇവിടെ നോക്കിയേ, ഇതിൽ നിന്ന് എക്സിൻ്റെ ടേമും വൈയുടെ ടേമും പോയിട്ടുള്ളതല്ലേ ഈ ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ കോണിക് സെക്ഷൻസിലെ കോണിക്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തേൽ എത്തിക്കാൻ നമുക്ക് എന്ത് വേണം? ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിലെ നമ്മൾ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യണം. ആ ഒരു എക്സാമ്പിളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എക്സാമ്പിൾ ചെയ്യുമ്പോഴേ നമുക്കത് കിട്ടുകയുള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്ക് തന്നേക്കുന്ന ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഏതൊരു കോണിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കോണിക്കിനെ നമുക്ക് ഇത് ചെയ്യാമെന്നുള്ളത്, ഡയഗണലൈസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്താൻ സാധിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇതേ ഇക്വേഷനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്റ്റാൻഡേർഡ് ഫോർമുല ഓഫ് ഇനി കോണിക്ക് എത്തിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആ കോണിക്ക് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മൾ അടുത്തതിൽ പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ആയിട്ട് കാണാം. ഓക്കെ, സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിരുന്നു. നമുക്ക് ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലെങ്ത് ആയിട്ടാണെങ്കിലും ഇത് എടുത്തത്. നിങ്ങൾ വീഡിയോ വീണ്ടും കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വാഡ്രാറ്റിക് ഫോംസ് ചോദിക്കാറുണ്ട്, ഡയഗണലൈസ് ചെയ്യാനും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് എക്സാമിനൊക്കെ. സോ കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്യുക, ഡയഗണലൈസ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ താങ്ക് യു.